3 സ്ഥാനാർത്ഥികളാണുള്ളത്. അതിൽ MK രാഘവൻ 3 തവണയായിട്ട് ഇവിടെ ജയിച്ച് നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ CAA പോലെയുള്ള പ്രശ്നങ്ങളിൽ കോഴിക്കോടിന് വേണ്ടി സംസാരിക്കാൻ രാഘവന് സാധിച്ചിട്ടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടന് എന്താണ് തോന്നുന്നത്, ആരെയാണ് കോഴിക്കോടിന് വേണ്ടി പാർലമെന്റിൽ എത്തേണ്ടത്? നമ്മളെ MK രാഘവൻ 15 വർഷമായി ഇവിടെ ജയിച്ചു പോകണം. ഇന്നേ വരെ ഇവിടെ ഒരു വികസനവും ഇവിടെ വന്ന് തിരിഞ്ഞു നോക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. ഈ പൗരത്വ ഭേദഗതിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ആലോചിക്കുമ്പോൾ കൂട്ടി കാര്യമില്ല. കാരണം വെച്ചിരിക്കുകയാണെങ്കിൽ ഇതുവരെ ഒരു സംഗതിയും പാർലമെൻറ്റ് അവതരിപ്പിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. പാർലമെൻറ്റിലേക്ക് ഇനി ഇളമരങ്കരി തന്നെ പോയേ പറ്റൂ. അദ്ദേഹം തൊഴിലാളി വർഗത്തിൻ്റെ ഒരു പോരാളിയാണ്. മുഴുവൻ തൊഴിലാളികൾക്കും വേണ്ടത്ര ഉപകാരങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ വഴിയോര കച്ചവടം ചെയ്യുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പല പ്രശ്നങ്ങളും ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട്. അതാണ് ഇളമരം കരിയം. നല്ലൊരു കഴിവുള്ള വ്യക്തിയാണ് ഇളമരം കരിയം.